നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നന്ദിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. നന്ദിക്കര പറപ്പുക്കര വഴിയിൽ നവൽ കിഷോറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. തൃശൂർ അമല ആശുപത്രി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഡോക്ടറുടെ കാറിന്റെ ചില്ല് തകർത്ത് ഐപാഡും ബാഗും കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. സാംബവ സമുദായ ആചാര്യൻ മഹാത്മാ കാവാരിക്കുളം കണ്ടൻ കുമാരൻ ജയന്തി 441 നമ്പർ കോടപ്പുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. പരിയാരം പൂവത്തിങ്കലിൽ നിർമ്മിച്ചിട്ടുള്ള വെജിറ്റബിൾ ആൻഡ് ബനാന പാർക്ക് ഹൌസ് ഡിസംബർ മാസത്തോടെ പ്രവർത്തനക്ഷമമാകും. കോടാലി കടമ്പോട് സ്കൂളിലെ കിച്ചൺ ഷെഡ് MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. നന്ദിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. നന്ദിക്കര പറപ്പുക്കര വഴിയിൽ നവൽ കിഷോറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച രാവിലെ വീട്ടുകാർ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് അടക്കം മോഷണം പോയതായി വീട്ടുകാർ പറയുന്നു. വീടിന് മുന്നിലെ വാതിൽ കുത്തി തുറന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുട റൂറൽ, ഡോഗ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ അമല ആശുപത്രി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഡോക്ടറുടെ കാറിന്റെ ചില്ല് തകർത്ത് ഐപാഡും ബാഗും കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. കുന്നത്തങ്ങാടി അല്ലാണ്ടത്ത് അനീഷ്, മൈലിപ്പാടം കള്ളിക്കാട്ടിൽ സന്തോഷ്, കടവല്ലൂർ ചെമ്പേക്കര ബിജേഷ് എന്നിവരാണ് പേരാമംഗലം പോലീസിന്റെ പിടിയിലായത്. ഒരാഴ്ച മുൻപാണ് കേസിനാസ്പദമായ സംഭവം. ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ വശത്തെ ചില്ല് പൊട്ടിച്ച് ബാഗും ഐപാഡും തട്ടിയെടുത്തെന്നാണ് കേസ്. ആശുപത്രിക്ക് മുന്നിൽ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്കുള്ള ബസ്സിൽ മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. ബസ്സിൽ CCTV ഇല്ലാതിരുന്നതിനാൽ അന്വേഷണം ദുഷ്കരമായിരുന്നു. എന്നാൽ ഓരോ ബസ് സ്റ്റോപ്പിന്റെയും പരിസരത്തെ അടക്കം 100ഓളം CCTV ക്യാമറകൾ പരിശോധിച്ച് ഒടുവിൽ പ്രതികളെ കണ്ടെത്തി. അനീഷിനും സന്തോഷിനുമെതിരെ 4 കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ നിലവിലുണ്ട്. മുണ്ടൂരിൽ മൊബൈൽ കട ഉടമയായ ബിജേഷ് പ്രതികളിൽ നിന്ന് തൊണ്ടിമുതൽ വാങ്ങിയതിനാണ് പിടിയിലായത്. ACP KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സാംബവ സമുദായ ആചാര്യൻ മഹാത്മാ കാവാരിക്കുളം കണ്ടൻ കുമാരൻ ജയന്തി 441 നമ്പർ കോടപ്പുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. ശാഖാ പ്രസിഡന്റ് PK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളായ അഭിനവ് രാജേഷിനെയും അനന്യ ഷാജുവിനെയും അനുമോദിച്ചു. യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ശശി കോട്ടായി, ശാഖാ സെക്രട്ടറി KV അജി, PK സാജൻ, PK സതീശൻ, MC മണീധരൻ, രാജേഷ് കോട്ടായി, ശ്രാവൺ സതീശൻ എന്നിവർ സംസാരിച്ചു. പരിയാരം പൂവത്തിങ്കലിൽ നിർമ്മിച്ചിട്ടുള്ള വെജിറ്റബിൾ ആൻഡ് ബനാന പാർക്ക് ഹൌസ് ഡിസംബർ മാസത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് അറിയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമവൽക്കരിച്ച് കെട്ടിട നമ്പർ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും താൽക്കാലിക കെട്ടിട നമ്പർ FSSAI ലൈസൻസ് തുടങ്ങി സ്ഥാപനം പ്രവർത്തിക്കുന്നതിനായി ആവശ്യം വേണ്ട അനുമതികൾ ലഭ്യമായിട്ടുള്ളതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കയറ്റുമതിക്ക് അനുയോജ്യമായ രീതിയിൽ പ്രാഥമിക സംസ്കരണവും പാക്കിംഗും ചെയ്ത് കയറ്റുമതിക്കാർക്കും പ്രീമിയം ഉൽപ്പന്നങ്ങളായി ആഭ്യന്തര വിപണിയിൽ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ പരിശീലന പരിപാടികളും ക്രമീകരിച്ച് വരികയാണ്. കോടാലി കടമ്പോട് സ്കൂളിലെ കിച്ചൺ ഷെഡ് MLA ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 2023-24 സാമ്പത്തിക വർഷത്തിൽ 13.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് സ്കൂളിലെ കിച്ചൺ ഷെഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം VS നിജിൽ സ്വാഗതം പറഞ്ഞു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ.
നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില ഉച്ചയോടെ 115 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,515 രൂപ, പവന് 92,120 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നന്ദിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. നന്ദിക്കര പറപ്പുക്കര വഴിയിൽ നവൽ കിഷോറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. തൃശൂർ അമല ആശുപത്രി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഡോക്ടറുടെ കാറിന്റെ ചില്ല് തകർത്ത് ഐപാഡും ബാഗും കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. സാംബവ സമുദായ ആചാര്യൻ മഹാത്മാ കാവാരിക്കുളം കണ്ടൻ കുമാരൻ ജയന്തി 441 നമ്പർ കോടപ്പുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. പരിയാരം പൂവത്തിങ്കലിൽ നിർമ്മിച്ചിട്ടുള്ള വെജിറ്റബിൾ ആൻഡ് ബനാന പാർക്ക് ഹൌസ് ഡിസംബർ മാസത്തോടെ പ്രവർത്തനക്ഷമമാകും. കോടാലി കടമ്പോട് സ്കൂളിലെ കിച്ചൺ ഷെഡ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.